അങ്ങനെ ഞങ്ങൾ ചെട്ടികുളങ്ങര അമ്പലവും കഴിഞ്ഞ് ഓച്ചിറ അമ്പലവും കഴിഞ്ഞിട്ടോ കരുനാഗപ്പള്ളിയിൽ തുണി എടുക്കാൻ പോകണം നിശ്ചയത്തിൻ്റെ സാരിയും മറ്റും. അപ്പോൾ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഏത് ഉഗാണ്ടേ വേണേ വരാം, നിൻ്റെ അമ്മയുടെ കൂടെ തുണിക്കടയിൽ മാത്രം ഞാൻ വരുത്തില്ല. അതും പോരാഞ്ഞിട്ട് നിൻ്റെ അമ്മയും ഗൗരിയും കൂടെ ചേർന്നാൽ പിന്നെ പറയണ്ട, തുണിക്കട തിരിച്ചു വല്ല കഞ്ഞിയും കുടിച്ച് ഞാൻ ഇവിടെ ഇരുന്നുള്ളത്. അങ്ങനെ പിള്ളേർ പറഞ്ഞ് അമ്മ പേടിക്കേണ്ട, ഞങ്ങൾ വരാം, ധൈര്യമായിട്ട് അമ്മ ഇറങ്ങി. കായംകുളത്ത് നിന്ന് 2 ലോഡിനെ വണ്ടി കയറ്റിയായിരുന്നു ചേച്ചിയുടെ മോളും അനിയത്തിയുടെ മോളും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കരുനാഗപ്പള്ളി IS ഭാരതിലോട്ട് എത്തി. അവിടെ കയറുമ്പോൾ തന്നെ വള കമ്മൽ മാറ്റാൻ എനിക്കറിയതില്ല, മൊത്തം അങ്ങോട്ട് നമ്മുടെ ഉറക്കം കെടുത്തുന്ന കുറേ ഐറ്റങ്ങൾ. അങ്ങനെ നോക്കിയെടുത്തപ്പോൾ പിള്ളേർ പറഞ്ഞ് എന്തോ സമയം കളയുന്ന, തുണിയെടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞങ്ങളെ സത്യമൊക്കെ ചെയ്യിപ്പിച്ച് പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ കണ്ടപ്പോൾ തുണികൾ കൂമ്പാരം ഇട്ടിരിക്കുന്ന, ഏതെടുക്കണം, എന്തെടുക്കണം, ഏത് കളർ എടുക്കണം, ഏത് സൈസ് എടുക്കണം, ഏത് തുണി എടുക്കണം, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഏതാണ്ട് കരിമ്പുകാട്ടിലെത്തിയ ആനകളുടെ അവസ്ഥ, അതും പിടിയാന. 7 മണി വരെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നു. അവസാനം തളർന്ന് തേജും നവനീതും അവിടെ ഇരുന്ന്. നവനീത് ദേഷിച്ച് പോയി, തേജു അവിടെ ഇരുന്ന്. എൻ്റെ അപ്പയ്ക്ക് നമസ്കാരം, ഇനി മേലെ എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ ഒരു തുണിക്കടയിലും കയറത്തില്ല, ഞങ്ങളും അപ്പേ പോലെ കഞ്ഞിയും കുടിച്ച് വീട്ടിൽ വല്ലതും ഇരുന്നോളാം, അവർക്ക് ഇഷ്ടമുള്ള തുണിക്കടയിൽ തുണികളൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ, എന്തായാലും ശരി ഞങ്ങളില്ല. പാവമല്ലേ ഞാൻ വേറെ എന്ത് ചെയ്ത്, ഇത്രയല്ലേ ഞാൻ ചെയ്തുള്ളൂ.